അല്ല മളെ എന്താ ഇജ എൻ്റെ ആട്ടിലേകത്തിൽ എന്തൊക്കെ കൂട്ടണമെന്ന് ചോദിച്ചോൽക്കാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിയും. ഫസ്റ്റ് ഈ കാണിച്ചിന സാധനം റാഗി മുളപ്പിച്ചതാണ്, നവരരിയാണ്. പിന്നെ കാണിച്ചത് സൂചിക്കോതമ്പാണ്. പിന്നെ കാണിച്ചത് ഇത് നമ്മളെ തെങ്ങും പൂക്കുലയാണ്. അതേപോലെ തന്നെ ആടിൻ്റെ സൂപ്പാണ് കേട്ടോ. ആടിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊത്തിക്കറച്ച് അതിൽ സൂപ്പിൽ വേണം കേട്ടോ നമ്മൾ ആട്ടിലേക്ക് ഇത് വരികണത്. പിന്നെ ഇതൊക്കെ കൂടെ നമ്മൾ അങ്ങാടിയിൽ നിന്ന് കിട്ടണ മരക്കണ്ടെന്ന് തോന്നും, നമുക്ക് കണ്ട വറകുമ്പോളൊക്കെ ആയിട്ട് തോന്നുന്ന മരുന്നാണ് ഇതൊക്കെ വേവിച്ചിട്ട് നമ്മൾ ഇതിൽ കഷായാക്കി കൂട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ നമ്മളെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തൊലിച്ചതാണ്. ഇതും തന്നെ കഗ്ഗിയെന്നാക്കിങ്ങാണ്ട് അയക്കി നമ്മൾ കുറച്ച് ഉലുവയും കൂടിയും കൂട്ടി വേവിച്ചതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇതിക്ക് ചേരാനുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് തന്നാലും ശരി, ഇനി കാണിച്ചാത്തിയുണ്ട് പറയാത്തിയും കുറേ സാധനങ്ങൾ ഇതിൽ കൂടുന്നുണ്ട്. എന്താ വെച്ചാൽ ഒക്കെപ്പാട് നമ്മളിതിൽ കാണിച്ച് തന്നാൽ നമ്മളെ പിന്നെ ലേഖത്തിനൊരു രഹസ്യക്കൂട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഒക്കെപ്പാട് നമ്മൾ പരസ്യമാക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ കാണുന്നത് കഷായമാണ് കേട്ടോ. നമ്മൾ നേരത്തെ വറകുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കഷായമാണ്. ആ സൂപ്പാണ് കേട്ടോ. അത് വേവിച്ചപ്പോൾ കണ്ടെങ്കിൽ ഒരു കറുത്ത വെള്ളം. ഇതൊക്കെ നമ്മളെ തടിക്ക് നല്ല നല്ല സാധനങ്ങളാണ്. പിന്നെ ഇത് കാണുന്നത് നമ്മൾ ആടിൻ്റെ സൂപ്പാണ്, കണ്ടില്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് ഈത്തപ്പഴമാണ്, അതേമാതിരി എള്ളാണ്, എള്ളിൻ്റെ പൊടി. ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഗുണങ്ങൾ നമ്മളെ ശരീരത്തേക്ക് എത്തും കേട്ടോ. ബദാം, അണ്ടിപ്പരിപ്പ്, കടലാണ് ഈ കാട്ടുന്നത് കേട്ടോ, കെഗി എന്നാക്കണത്. പിന്നെയും ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാത്തതുണ്ടെന്ന്. ഇങ്ങൾക്ക് നമ്മൾ കാണിച്ചു തന്നതിന് പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഇന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്, ഓൽക്ക് ഒരുപാട് നന്ദിയുണ്ട് പറയാൻ. അപ്പോൾ ഒക്കെപ്പാടെ നമ്മൾ കാണിച്ചു തന്നാൽ വേറെ ആൾക്കാർ വേറെയും കച്ചവടം ചെയ്യണോലൊക്കെ അത് കാണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് നമ്മളിതിൽ ചേർക്കുന്ന കഞ്ഞിക്കൂർക്കളാണ്. കഞ്ഞിക്കൂർക്കൻ്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കും. അതേമാതിരി തന്നെ പളയിലെ പുണ്ണ് കരിയും പനിച്ചുമ്പോൾ കൊടുക്കും ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതാക്കണു കൃഷ്ണ തുളസിയാണ്. തുളസിൻ്റെ നീരും കഞ്ഞിക്കൂർക്കലിൻ്റെ നീരും കൂട്ടും. ഈ കാണുന്നതാണ് പൊത്തിരിച്ചുണ്ടൻ്റെ വേര്. ഇതും തന്നെ പറിച്ച് കഴുകിയെന്നാക്കി കണ്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പാകത്തെ മൂപ്പിനുള്ളൂ ഇത് മാങ്ങിയേക്കാൻ പറ്റുക. ആ ലാസ്റ്റ് മാങ്ങിയേക്കണ സമയത്ത് 2 കുപ്പി തേനും കൂടി ഇതിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ അത് ലാസ്റ്റ് മാങ്ങിയേക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ലേഖം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലേഖം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വരിട്ടോ, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ശേഷം നമുക്ക് ഓർഡറിനനുസരിച്ചുകൊണ്ടാണ് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നത്. നട്സിൻ്റെ ലേഹ്യമാണ്, അതെല്ലാവർക്കും തിന്നാൻ പറ്റിയതാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കും പ്രസവിച്ചെടുക്കണവർക്കും കൗമാരക്കാരായവർക്കും ആർക്കും തിന്നാൻ ഒരു 3 വയസ്സിൻ്റെ അപ്പുറമുള്ളവർക്കൊക്കെ തിന്നാൻ പറ്റിയ ലേഹ്യമാണ് നട്സ് ലേഹ്യം കേട്ടോ. ഇത് വലിയവർക്ക് മാത്രമേ ഉള്ളൂ, ജിമ്മിന് പോണവർക്കും അതേപോലെ തന്നെ പ്രസവിച്ച് നീച്ചവർക്കൊക്കെ ആണ്. ഇതിൽ അത്രയും വലിയ മേൽമരുന്നുകളൊക്കെ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ചെറിയവർക്ക് പറ്റൂല. പിന്നെ ഇഞ്ചേക്കുന്ന ലേഹ്യം വാങ്ങിയോല് കൂടുതൽ വാങ്ങിയോര് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അടിയിലെ തട്ടിൽ വെക്കുക, അല്ലെങ്കിലോ ഇടയ്ക്കൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇത് കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഓർഡറിനനുസരിച്ചാണ് ഉണ്ടാക്കി കൊടുക്കണേ. നട്സ് ലേഹ്യത്തിനാണെങ്കിലും ഓർഡർ തന്നോളിയും, ആട്ടിലേഹ്യം വേണ്ടിച്ച ഓർഡർ തന്നോളിട്ടോ.